എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാർ അവരുടെ ജീവിതത്തിൽ നേടിയ വിജയങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള ഏറ്റവും വിലപ്പെട്ട പാഠങ്ങൾ കോർത്തിണക്കി നിങ്ങളുടെ ജീവിതത്തിനും കരിയറിനും ഉപകാരപ്പെടുന്ന വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ ഈ എക്സ്പ്ലെയിനറിലൂടെ തയ്യാറാക്കാൻ പോവുകയാണ്. അവരെങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? എന്നാൽ ഈ വിജയത്തിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നോക്കൂ, അവസരങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വരും, തീർച്ചയായും നിങ്ങൾക്കും വരും. പക്ഷേ ആ അവസരങ്ങളെ വിടാതെ പിന്തുടരാനും അത് നേടിയെടുക്കാനുമുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ? അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ദ സ്പാർക്ക്, പാഷനും ഇൻസ്റ്റിങ്ക്റ്റും. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ എന്നതിനേക്കാൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു അച്ഛൻ തന്റെ മകന് നൽകിയ വളരെ പവർഫുള്ളായ ഒരു ഉപദേശം നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതും അതുപോലെ അമിതമായി ചിന്തിച്ച് സമയം കളയാതെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിനെ വിശ്വസിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഇതൊരു യഥാർത്ഥ സംഭവത്തിലൂടെ ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറയാം. വളരെ പ്രശസ്തനായ ഒരു കമ്പനി സ്ഥാപകന്റെ കഥയാണിത്. അദ്ദേഹം ഒരിക്കൽ ഒരു സെയിലിംഗ് ക്ലാസ്സിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ലക്ഷ്യബോധമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹമോചനം നേടി. പോരാത്തതിന് അദ്ദേഹം ഒരു ഡോക്ടർ ആകാത്തതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വലിയ നിരാശയുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ശരിക്കും മനസ്സിലായത്: മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കുന്നത് നിർത്തി സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരണം. താൻ സ്നേഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം അന്ന് ഉറപ്പിച്ചു. എങ്ങനെയുണ്ട് ആ ഒരു തിരിച്ചറിവ്? ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. ദ ക്രൂസിബിൾ, റിസ്കും പരാജയവും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം: പുതിയ കണ്ടുപിടുത്തങ്ങളും പരാജയങ്ങളും എന്ന് പറയുന്നത് ഇരട്ട കുട്ടികളെ പോലെയാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്നും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ റിസ്കുകൾ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. അതെ, നിങ്ങൾക്ക് കുടുംബവും കുട്ടികളും മറ്റു വലിയ ബാധ്യതകളും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കണം. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്തോറും പരാജയങ്ങളെ താങ്ങാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? ഈ നിരന്തരമുള്ള പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് പാരനോയിഡ് മൈൻഡ്സെറ്റാണ്. കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി വാക്കായിട്ട് തോന്നാം. ഇതിന്റെ അർത്ഥം ഇത്രയേയുള്ളൂ: ഷോർട്ട് ടേമിൽ ബിസിനസ്സിൽ എന്ത് പ്രശ്നങ്ങൾ വരാം എന്ന് നമ്മൾ എപ്പോഴും മുൻകൂട്ടി കാണുകയും അതിനായി തയ്യാറെടുക്കുകയും വേണം. എന്നാൽ അതേസമയം തന്നെ ലോങ് ടേമിൽ നമ്മൾ എപ്പോഴും തികഞ്ഞ ഒരു ശുഭാപ്തി വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും വേണം. അതാണ് പോസിറ്റീവ് പാരനോയിഡ്. ലോകത്തിലെ ആദ്യത്തെ റിലേഷണൽ ഡാറ്റാബേസായ ഒറാക്കിളിന്റെ കഥ നിങ്ങൾക്കറിയാമോ? അത് ആദ്യമായി നിർമ്മിക്കാൻ ഇറങ്ങിയപ്പോൾ അതൊരിക്കലും സ്പീഡിൽ വർക്ക് ചെയ്യില്ലെന്നും ആ ഐഡിയ വെറും അഹങ്കാരമാണെന്നുമാണ് അവിടുത്തെ എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞത്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ആ അഹങ്കാരവും ആ ഒരു ഭ്രാന്തും ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി മാറി. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: മറ്റുള്ളവർ നിങ്ങളെ നോക്കി ഭ്രാന്തനെന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു കണ്ടുപിടുത്തത്തിന്റെ വഴിയിലായിരിക്കാം. അങ്ങനെ റിസ്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടുത്തതെന്താണ്? അതാണ് മൂന്നാമത്തെ ഘട്ടം, ദ എൻജിൻ, നിരന്തരമായ എക്സിക്യൂഷൻ. നിങ്ങളുടെ ഐഡിയകൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. അതിനുള്ള കണക്ക് വളരെ സിമ്പിളാണ്. എന്നാൽ കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും. വേറൊരു കമ്പനിയിലുള്ള ഒരാൾ ആഴ്ചയിൽ 50 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ 100 മണിക്കൂർ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവരൊരു വർഷമെടുത്ത് ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കതിന്റെ പകുതി സമയം കൊണ്ട്, അതായത് ഒറ്റയടിക്ക് ഇരട്ടി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. അതാണ് എക്സിക്യൂഷന്റെ പവർ. കഠിനാധ്വാനം എന്നത് നമ്മൾ വെറുതെ പറയുന്ന ഒരു വാക്കല്ല. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴുള്ള ഗ്ലാമർ ഇല്ലാത്ത വളരെ റഫായ ഒരു റിയാലിറ്റി ഇവിടെ കാണാം. സ്വന്തമായ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുന്നതിന് പകരം ചെറിയൊരു ഓഫീസ് വാടകയ്ക്കെടുക്കുക, അവിടുത്തെ ഒരു കസേരയിൽ കിടന്നുറങ്ങുക, ലോക്കൽ YMCAയിൽ പോയി കുളിക്കുക, പകൽ വെബ്സൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി രാത്രി മുഴുവൻ യാതൊരു വിശ്രമവുമില്ലാതെ കോഡിംഗ് ചെയ്യുക. ആലോചിച്ചു നോക്കൂ, ഇതിനെയാണ് ശരിക്കും അതിതീവ്രമായ അധ്വാനം എന്ന് പറയുന്നത്. പക്ഷേ വെറും കഠിനാധ്വാനം മാത്രം പോരാ, അതിനൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ലിവറേജ് കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു പ്രശസ്തനായ കോടീശ്വരൻ ഇതിനെ വളരെ തമാശയായി പറയുന്നത് മടിയനാവുക എന്നാണ്. അതായത് 10 ലക്ഷം ഫോൺ കോളുകൾക്ക് നമ്മൾ തന്നെ ഇരുന്ന് ഉത്തരം നൽകുന്നതിനു പകരം
10 ലക്ഷം ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ വെറും 3 പേർ ചേർന്ന് നിർമ്മിക്കുന്നത് ആ ലിവറേജിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ലോകത്തിലെ ഇത്തരം സാധ്യതകൾ കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥമെടുക്ക്. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ ഘട്ടം, ദ അലൈസ്, ആളുകളിലെ നിക്ഷേപം. ആർക്കും ഒറ്റയ്ക്ക് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ലല്ലോ. ഈ സ്ക്രീനിൽ കാണുന്ന 50% എന്ന സംഖ്യ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ ആശയവിനിമയ ശേഷി, പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കാനും മികച്ച രീതിയിൽ എഴുതാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിലൂടെ മാത്രം നിങ്ങളുടെ വാല്യൂ ഒറ്റയടിക്ക് കുറഞ്ഞത് 50% വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണത്. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴും ആരുമായിട്ടാണോ ഇടപഴകുന്നത്, ആ ദിശയിലായിരിക്കും നിങ്ങളുടെ ജീവിതവും മുന്നോട്ടു പോകുക. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ മാതൃകയാക്കാൻ മികച്ച വ്യക്തികളെ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. അതുപോലെ നിങ്ങളെക്കാൾ മികച്ചവരുമായി എപ്പോഴും സമയം ചെലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ബിസിനസ്സിൽ ഒരു മികച്ച പാർട്ണർ ഉണ്ടാവുക എന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സഖ്യകക്ഷി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും അതുതന്നെയായിരിക്കും. നിങ്ങളെക്കാൾ അല്പം മികച്ച, നിങ്ങളെ എപ്പോഴും കൂടുതൽ വെല്ലുവിളിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരാളെ വേണം നിങ്ങൾ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാൻ. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി, ചോയ്സുകൾ വേഴ്സസ് ഗിഫ്റ്റുകൾ. ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ജന്മനാ ലഭിച്ച കഴിവുകളും ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും തമ്മിലുള്ള ആ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. ഗിഫ്റ്റുകൾ അഥവാ നിങ്ങളുടെ സ്വാഭാവിക കഴിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജന്മനാ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. ആ കഴിവുകൾ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ അഭിമാനമൊക്കെ തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ അഥവാ ചോയ്സസ് എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. ആ കഠിനമായ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെയും വിധിയെയും രൂപപ്പെടുത്തുന്നത്. ആമസോണിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള ആ ഫേമസ് ആയിട്ടുള്ള കഥ ഈ ആശയത്തെ വളരെ മനോഹരമായി വ്യക്തമാക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ വളരെ സുരക്ഷിതമായ ഒരു വലിയ ജോലി ഉപേക്ഷിച്ചാണ് ഇന്റർനെറ്റിലൂടെ പുസ്തകങ്ങൾ വിൽക്കുക എന്ന വളരെ റിസ്ക് ഉള്ള ഒരു പുതിയ ആശയത്തിലേക്ക് ആ സ്ഥാപകൻ കടന്നുവന്നത്. എന്തുകൊണ്ടെന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടാൽ തനിക്ക് പിന്നീട് സങ്കടം തോന്നില്ലെന്നും, എന്നാൽ ഒരിക്കൽ പോലും അത് ശ്രമിക്കാതിരുന്നാൽ ആ ഒരു തീരുമാനം ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടുമെന്നും അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതകഥ എഴുതി തുടങ്ങുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ എങ്ങനെയെല്ലാമാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കേണ്ടതുണ്ട്. സമൂഹം പണ്ടു മുതലേ പറഞ്ഞു വെച്ചിട്ടുള്ള അതേ പഴയ രീതികളെ തന്നെയാണോ നിങ്ങൾ പിന്തുടരാൻ പോകുന്നത്? അതോ നിങ്ങളുടേതായ ഒരു പുതിയ വഴി വെട്ടിത്തെളിച്ച് ഒറിജിനൽ ആകുമോ? ജീവിതത്തിൽ പ്രതിസന്ധികളും വിമർശനങ്ങളും ഉണ്ടാകുക എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതെല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിമർശകർക്ക് മുന്നിൽ നിങ്ങൾ തളർന്നു പോകുമോ? അതോ നിങ്ങളുടെ ആഴത്തിലുള്ള ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ? തെറ്റുപറ്റുമ്പോൾ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുമോ? അതോ ധൈര്യമായി ക്ഷമ ചോദിച്ചു മുന്നോട്ടു പോകുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അസാധ്യമായ കാര്യങ്ങളെ കീഴടക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിധി എന്ന് പറയുന്നത്. പക്ഷേ എളുപ്പമുള്ള സുരക്ഷിതമായ ഒരു ജീവിതത്തിനു പകരം വെല്ലുവിളികൾ നിറഞ്ഞ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ഒരു പാത തിരഞ്ഞെടുത്താൽ മാത്രമേ അത് സാധ്യമാകൂ. ചോയ്സ് നിങ്ങളുടേതാണ്. നിങ്ങൾ എപ്പോഴും സുരക്ഷിതമായി മാത്രം കളിക്കുമോ? അതോ നിരന്തരം നിങ്ങളുടെ ലക്ഷ്യത്തിനായി കുതിക്കുമോ? അവസാനം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ ആരാണെന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങളുടേതായൊരു മികച്ച കഥ നിങ്ങൾ തന്നെ അവിടെ സൃഷ്ടിക്കുക. കാരണം ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ജന്മനാ ലഭിച്ച കഴിവുകളെയും നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യങ്ങളെയും എല്ലാം മാറ്റി നിർത്തിയാൽ ബാക്കിയാകുന്നത് നിങ്ങളെടുത്ത ആ ധീരമായ തീരുമാനങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ ആ മഹത്തായ ജീവിതത്തെ അടയാളപ്പെടുത്താൻ പോകുന്ന അത്തരത്തിലുള്ള എന്ത് ധീരമായ തിരഞ്ഞെടുപ്പുകളാണ് ഇനി നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈയൊരു വിശകലനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.